38% മുസ്ലിങ്ങളുള്ളൊരു സംസ്ഥാനം. ഈ മുസ്ലിങ്ങളുള്ളൊരു സംസ്ഥാനത്തിൽ ഒരു കാവി തരംഗം അല്ലെങ്കിൽ ഒരു കാവി സുനാമിയാണ് ആഞ്ഞടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞു വരുന്നത് അസ്സാമിനെ കുറിച്ചാണ്. അസ്സാമിലെ എക്സിറ്റ് പോൾ കണക്കുകൾ രാഷ്ട്രീയ വിശകലന വിദഗ്ധരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം ഹിമന്ത ബിശ്വ ശർമ്മ അസമിൽ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ചതായി തോന്നുന്നു. ഏകദേശം 38% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് BJPക്ക് 48 മുതൽ 50% വരെ വലിയ വോട്ട് വിഹിതം ലഭിക്കും എന്ന സൂചനകളാണ് എക്സിറ്റ് പോളിലൂടെ പുറത്തുവരുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്രയും വലിയ വോട്ട് വിഹിതം ലഭിക്കുന്നത് പ്രതിപക്ഷത്തിന് ഒരു മുന്നറിയിപ്പ് ആണ്, അതായത് ഒരു മരണമണി പോലെയാണ് എന്നുള്ളതാണ്. കാരണം ഒരു പാർട്ടിക്ക് 50% വോട്ടുകൾ ലഭിക്കുമ്പോൾ പ്രതിപക്ഷ ഐക്യത്തിന് അവിടെ യാതൊരു പ്രാധാന്യവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ വോട്ട് വിഹിതത്തിൽ ചരിത്രപരമായിട്ടുള്ള വർധന ഉണ്ടാകുമെന്നുള്ളതാണ് സൂചന. 2021 അപേക്ഷിച്ച് BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായേക്കാമെന്ന് സർവേ ഡാറ്റ സൂചിപ്പിക്കുന്നു. 2021 BJPയുടെ വോട്ട് വിഹിതം 33.21% ഇത്തവണ അത് 46.1% മുതൽ 48% വരെ വർദ്ധിച്ചേക്കാം. എന്നിരുന്നാലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഗൗരവ് ഗൊഗോയ് ഇപ്പോഴും ഒരു ജനപ്രിയ മുഖമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന്റെ എല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കല്ലാതെ മറ്റാർക്കുമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അദ്ദേഹം ഭാവിയിൽ അമിത്ഷായ്ക്ക് പകരക്കാരനായി വന്നേക്കും എന്നുവരെ നിരീക്ഷകർ പറയുന്നുണ്ട്. കാരണം അത്ര സ്ട്രോങ് ആണ് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പല പ്രവർത്തനങ്ങളും അസ്സാമിൽ എന്നുള്ളതാണ്. അസ്സാമിന്റെ പുറത്തുനിന്ന് വാർത്ത കൊടുക്കുന്ന കേരളത്തിലെ അടക്കം മാപ്രകൾ ഹിമന്ത് ബിശ്വ ശർമ്മയെ ഒരു നരാധമനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും BJPയുടെ എല്ലാ ആൾക്കാരും ഇവർക്ക് നരാധമന്മാരാണ്. ഇവർക്ക് മനുഷ്യരായിട്ടുള്ളത് പിണറായി വിജയൻ മാത്രമാണ്, അല്ലെങ്കിൽ കമ്മികൾ മാത്രമാണ്. യെച്ചൂരിയൊക്കെ പണ്ട് ഇവർ മനുഷ്യഗണത്തിൽ കൂട്ടിയിരുന്നു. പിന്നെ ഇവർക്ക് ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ മനുഷ്യന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് പറയും. അത് ഏതാണെന്ന് ചോദിച്ചാൽ വീണ്ടും അത് ഇടതുപക്ഷമാണെന്ന് പറയും. ബാക്കിയുള്ള രാഷ്ട്രീയങ്ങളെല്ലാം ഇവർക്ക് മോശപ്പെട്ട രാഷ്ട്രീയങ്ങളാണ്. ഇതാണ് ഫാസിസം എന്ന് പറയുന്നത്. പക്ഷെ ഇവർ നമ്മളെയാണ് ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ആസാമിൽ ഒരു വമ്പൻ മാറ്റത്തിന് കളമൊരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ വീണ്ടും വരുന്നത് എന്നല്ല, ഈ 50% വോട്ട് വിഹിതം ഹിമന്ത ബിശ്വ ശർമ്മയുടെ പാർട്ടി BJP നേടുന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.